ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് കപ്പ വെച്ച് പുട്ടുണ്ടാക്കിയാലോ. ആദ്യം കപ്പയുടെ തോലെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഒരു ഗ്രേറ്റർ വെച്ച് അതിനെ ഗ്രേറ്റ് ചെയ്യുക. ഇത് ഏകദേശം 2 കപ്പ് ഉണ്ടാകും. ഇതിനെ 4 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം. പെട്ടെന്ന് വേവുന്ന നല്ല ഇനം കപ്പയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ആദ്യത്തെ പ്രാവശ്യം കഴുകുമ്പോൾ വെള്ളം ആകെ കലങ്ങിയിരിക്കും. നല്ലപോലെ പിഴിഞ്ഞെടുത്ത ശേഷം രണ്ടാമത്തെ പ്രാവശ്യവും കഴുകുക. അപ്പോഴും നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. വെള്ളത്തിന് ഇത്തിരി കലക്കം ഉണ്ടാവും. മൂന്നാമതും കഴുകി പിഴിഞ്ഞ് 4ാമത്തെ പ്രാവശ്യം കഴുകിയെടുക്കുമ്പോഴേക്കും വെള്ളം ഒരുവിധം ക്ലിയർ ആകും. കപ്പയിലെ സ്റ്റാർച്ച് എല്ലാം വെള്ളത്തിൽ പോയി കാണും. ഇനി അതിനെ നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞു വെച്ച കപ്പയിലേക്ക് 1/2 കപ്പ് വറുത്തരിപ്പൊടി, 1/4 കപ്പ് റവ, 1 സവാള പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, ഉപ്പ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. പിടിക്കുമ്പോൾ ഷേപ്പ് കിട്ടണം. ഷേപ്പ് കിട്ടുന്നില്ലെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യാം. മിക്സ് റെഡിയായാൽ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം ഒരല്പം തേങ്ങ, പിന്നെ കപ്പ മിക്സ്, വീണ്ടും തേങ്ങ, ഏറ്റവും മുകളിലായി കുറച്ചുകൂടി തേങ്ങയിട്ട് പാത്രത്തിലെ വെള്ളം തിളച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക. ആവി വരാൻ തുടങ്ങിയ ശേഷം ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് മാത്രമേ പുട്ടെടുക്കാവൂ. കറിയൊന്നും ഇല്ലെങ്കിലും ഈ പുട്ട് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ മീൻ കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ സൂപ്പർ.